നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകം ഒരു നാടിനെ മാത്രമല്ല കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിലെ ഒരാളെ കൊലപ്പെടുത്തി ആ കേസിൽ ജയിലിൽ പോയി ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നിന്ന പ്രതിയാണ് അതേ കുടുംബത്തിലെ രണ്ടുപേരെ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. തീർത്തും നടുക്കുന്ന വിവരം തന്നെയാണ്. ഈ ചെന്താമരയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇയാൾ ഒരു അന്ധവിശ്വാസിയാണ്. ചെന്താമരയും ഭാര്യയും മക്കളും അകന്നു കഴിയുന്നതിന് കാരണം സജിതയും കുടുംബവും നടത്തിയ ദുർമന്ത്രവാദമാണ് എന്നായിരുന്നു ഇയാളുടെ വിശ്വാസം. ഇയാൾ സജിതയുടെ കൊലപാതകത്തിന് ശേഷം പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇപ്രകാരം പറഞ്ഞിരുന്നത്. കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്ന് ജ്യോതിഷി പറഞ്ഞു. ഇത്തരത്തിലൊരു അന്ധവിശ്വാസമാണ് മുടി നീട്ടി വളർത്തിയ സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറി വന്നാണ് സജിതയെ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഭാര്യ പോകാൻ കാരണമെന്ന് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞു. 5 വർഷം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. സജിതയാണ് ഇതെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിച്ചു. ഇയാൾ സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ച് പുലർത്തുകയായിരുന്നു. സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിലാണ്, അതേ വീടിന്റെ മുന്നിലിട്ടാണ് ഭർത്താവിനെയും അതുപോലെ തന്നെ ഓടിയെത്തിയ അമ്മയെയും ഇയാൾ വെട്ടിയത്. അയൽപക്കത്തെ വേറെ 2 സ്ത്രീകളെയും ഇയാൾ സംശയിച്ചിരുന്നു. അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള നടക്കുന്ന വെളിപ്പെടുത്തലും പുറത്തു വരുന്നുണ്ട്. പ്രതി ചെന്താമരയെ ഭയന്ന് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോലും പോകാറുണ്ടായിരുന്നില്ല എന്നാണ് അയൽവാസികൾ പ്രതികരിക്കുന്നത്. ഇത്രയും അയൽവാസികളെയും ജനങ്ങളെയും ഭീതിയിലാഴ്ത്തിയ അല്ലെങ്കിൽ ഇത്രയും ഒരു ഭയം വിതച്ച ഒരു പ്രതിയാണ് ജാമ്യത്തിൽ ഇറങ്ങിയതെന്നതും ശ്രദ്ധേയം. പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടിയുണ്ടെന്നും എപ്പോഴും മരണഭയത്തിലാണെന്നും പോത്തുണ്ടി സ്വദേശിയായ പുഷ്പ എന്ന സ്ത്രീ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം ഊർജിതമാണ്. നാട്ടുകാരുടെ സഹായത്തോടെ ഇന്ന് രാവിലെ മുതൽ പരിശോധന തുടരും. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന 4 ടീമുകളാണ് പരിശോധന നടത്തുന്നത്. കൊലപാതക ശേഷം പ്രതി കഴിഞ്ഞിരുന്ന പോത്തുണ്ടി, നെല്ലിയാമ്പതി, മലയടി വാരങ്ങളിലും തിരച്ചിൽ വ്യാപിപ്പിക്കും. 2019 കൊലപാതകത്തിന് സമാനമായ രീതിയിൽ വിശന്നാൽ ഭക്ഷണത്തിനായി ഒളിവ് വിട്ട് ചെന്താമര പുറത്തിറങ്ങിയേക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിയുടെ വീട്ടിൽ നിന്നും പാതി ഉപയോഗിച്ച വിഷക്കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ചെന്താമരയുടെ സഹോദരനുമായി ആലത്തൂർ പോലീസ് തിരുപ്പൂരിലും പരിശോധന നടത്തും. സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. സുധാകരന്റെ സഹോദരിയുടെ തേവർമണിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹം ചടങ്ങുകൾക്ക് ശേഷം വക്കാവ് ശ്മശാനത്തിൽ സംസ്കരിക്കും. എന്തായാലും പോലീസിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ചെന്താമരയെ കുറിച്ച് നിരന്തരം പരാതികൾ നൽകിയിട്ട് പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നാണ് ആരോപണം ശക്തമാകുന്നത്. ഇയാൾ കയ്യിൽ കത്തിയും പിടിച്ചാണ് നടന്നിരുന്നത്. ആളുകളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തായാലും കളക്ടർ സ്ഥലത്തെത്തി ജീവന് സുരക്ഷയുണ്ടാവുമെന്ന് ഉറപ്പ് നൽകാതെ മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നതടക്കമുള്ള ഒരു നിലപാടിലാണ് നാട്ടുകാർ ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.